നമസ്കാരം. ലെറ്റ്യൂഡ് കോൺഷ്യസ് പേരന്റിംഗ് അവയർനെസ് മൂവ്മെന്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. ഇന്ന് കേരളത്തിലെ പല വീടുകളിലും അച്ഛനമ്മമാരും കുട്ടികളും ഒരുപോലെ വിഷമിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. പഠിക്കാനിരുത്തിയാൽ വഴക്ക്, മൊബൈൽ മാറ്റിവെച്ചാൽ കരച്ചിൽ, പരീക്ഷയെടുത്താൽ ടെൻഷൻ, പഠിക്കാൻ പറഞ്ഞാൽ ദേഷ്യം, അമ്മ വിഷമിക്കുന്നു, അച്ഛൻ നിരാശപ്പെടുന്നു, കുട്ടി സമ്മർദ്ദത്തിലാകുന്നു. പല വീടുകളിലും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എങ്ങനെ സഹായിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ശ്രമത്തിന് ഞാൻ തയ്യാറായത്. ഇതാരെയെങ്കിലും കുറ്റപ്പെടുത്താനോ മാതാപിതാക്കളെ ഭയപ്പെടുത്താനോ ഉള്ള ഒരു സീരീസ് അല്ല. പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുത്തുകയല്ല ലെറ്റ്യൂഡിന്റെ രീതി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം വലിയ മാറ്റങ്ങളെല്ലാം ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സീരീസിലെ ഓരോ എപ്പിസോഡും ഒരു യഥാർത്ഥ കുടുംബ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും തയ്യാറാക്കുക. ഓരോ പ്രശ്നത്തിനും ശാസ്ത്രീയമായും പ്രായോഗികമായും സാധാരണ അച്ഛനമ്മമാർക്ക് വീട്ടിൽ തന്നെ നടപ്പാക്കാൻ കഴിയുന്നതുമായ പരിഹാരങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേക പരിശീലനമോ വലിയ ചെലവോ പ്രത്യേക കഴിവുകളോ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് ഒരേ ഒരു കാര്യം മാത്രം: എൻ്റെ വീട്ടിൽ മാറ്റം തുടങ്ങണം എന്ന മനസ്സ്. ഈ സീരീസ് കേട്ടാൽ മാത്രം മതിയാവില്ല. ഓരോ എപ്പിസോഡിലും പറയുന്ന ഒരു ചെറിയ ആശയം പോലും വീട്ടിൽ നടപ്പിലാക്കി നോക്കൂ. ഒരു ദിവസം കൊണ്ട് യാതൊരു അത്ഭുതവും സംഭവിക്കില്ല. ഇത് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കും. എനിക്ക് ഈ ആശയങ്ങൾ പറഞ്ഞു തരാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സിലും പഠന രീതിയിലും വീട്ടിലെ അന്തരീക്ഷത്തിലും നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ സീരീസ് കാണുമ്പോൾ ഒരു അപേക്ഷയുണ്ട്: നിങ്ങളുടെ കുട്ടിയെ മറ്റാരുമായും താരതമ്യം ചെയ്യരുത്. കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. സ്വയം കുറ്റപ്പെടുത്തുകയും വേണ്ട. ഇന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം നിങ്ങൾ പഠിക്കുകയാണ്. അത്രയുള്ളൂ. അതാണ് വളർച്ച. ലെറ്റ്യൂഡ് വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. ശാന്തമായ വീടുകളിലാണ് സന്തോഷത്തോടെ പഠിക്കുന്ന കുട്ടികൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് പരീക്ഷയിൽ മാർക്ക് നേടാൻ മാത്രമുള്ളതല്ല. ഒരു വീട്ടിൽ സമാധാനം വളർത്താനും കുട്ടികളെ സ്വന്തം ഉത്തരവാദിത്തം മനസ്സിലാക്കി വളർത്താനും പഠനത്തെ ഭയമായിട്ടല്ല സന്തോഷമായി കാണാനുമാണ് ഇവിടെ പഠിപ്പിക്കുക. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതേ യാത്രയിലാണ്. ഓരോ എപ്പിസോഡും മുഴുവൻ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അത് വളരെ പ്രധാനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പരിഹാരങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. വീട്ടിൽ നടപ്പാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റൊരു കുടുംബത്തിനും ഇത് അയച്ചു കൊടുക്കൂ. ഒരു കുടുംബത്തിലെ ചെറിയ മാറ്റം ഒരു കുട്ടിയുടെ ഭാവിയായിരിക്കും മാറ്റുക. ഒരു കുട്ടിയുടെ ഭാവി മാറിയാൽ ഒരു സമൂഹത്തിന്റെ ഭാവിയായിരിക്കും മാറുക. എങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മൾ മക്കളെ പഠിക്കാൻ പരിശീലിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് മുൻപ് വീട്ടിൽ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഓരോ ദിവസവും രണ്ട് കാര്യങ്ങളെ സംസാരിക്കുള്ളൂ. അതിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ: പഠനത്തിനായി വീട്ടിൽ ശാന്തവും സ്ഥിരവുമായൊരു സ്ഥലം ഒരുക്കുക. 2, ഉറക്കം, ഭക്ഷണം, വെള്ളം, ചെറിയ ഇടവേളകൾ എന്നിവ കൃത്യമായി ഉറപ്പാക്കുക. നമുക്ക് നോക്കാം. കുട്ടിയുടെ പഠനസ്ഥലം ദിവസവും മാറിക്കൊണ്ടിരുന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ടാകും. കഴിയുന്നത്ര ഒരേ സ്ഥലത്തിരുന്ന് കുട്ടി പഠിക്കേണ്ടതുണ്ട്. ടിവിയുടെ ശബ്ദവും അനാവശ്യ സംസാരവും മൊബൈലിന്റെ ശ്രദ്ധ തിരിക്കലും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഒരുക്കുക. ആ സ്ഥലം കാണുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സ് ഇപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സമയമാണെന്ന് പറയുന്നതായി തോന്നണം. അതുപോലെ ഒരു സാഹചര്യം ഒരുക്കിയിട്ട് ഈ കമന്റ് ബോക്സിലേക്ക് ഡൺ എന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് ഉറക്കം, ഭക്ഷണം, വെള്ളം തുടങ്ങിയവയെക്കുറിച്ചാണ്. പരീക്ഷാ സമയത്ത് രാത്രി വൈകി ഉറങ്ങുന്നതോ
ഭക്ഷണം ഒഴിവാക്കുന്നതോ കുട്ടിയുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും കുറയ്ക്കാം. മതിയായ ഉറക്കം, സമയത്ത് പോഷകസമൃദ്ധമായ ആഹാരം, ആവശ്യത്തിന് വെള്ളം, കൂടാതെ ഓരോ 40 മുതൽ 50 മിനിറ്റ് പഠനത്തിന് ശേഷവും 5 മുതൽ 10 മിനിറ്റ് ചെറിയ ഇടവേളകൾ എന്നിവ കുട്ടിയുടെ പഠനക്ഷമത നിലനിർത്താൻ സഹായിക്കും. ഈ ഇടവേളകളിൽ യാതൊരു കാരണവശാലും ഫോണോ ടിവിയോ ഉപയോഗിക്കാൻ പാടുള്ളതല്ലെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷീണിച്ച മനസ്സിനേക്കാൾ വിശ്രമിച്ച മനസ്സാണ് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഈ പ്രാക്ടീസ് ഓരോ ദിവസവും ഞങ്ങളോടൊപ്പം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് അവിടെ തരുന്നുണ്ടാവും. താങ്ക് യു.